ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാവരും സംസാരിക്കുമ്പോൾ പറയും പിണറായി അകത്താവും, പിണറായി അകത്താവും. പക്ഷെ പിണറായി അകത്താകുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം കടകംപള്ളിയിലേക്കാണല്ലോ ഇപ്പോഴത്തെ പോക്ക് മുഴുവൻ വരുന്നത്. കാരണം പത്മകുമാറിൻ്റെ മൊഴി അനുസരിച്ചിട്ടാണ് കടകംപള്ളിയിലേക്ക് എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് എന്തൊരു കൊള്ള നടന്നിട്ടുണ്ടെങ്കിലും പിണറായി തന്നെ തലപ്പത്ത് എന്ന് പറയുന്ന ഒരവസ്ഥ കൂടി ഉണ്ട്. അപ്പോൾ വാസു അറസ്റ്റിലാവുന്നു. മുരാരിയുടെ അറസ്റ്റിന് ശേഷം വാസു വരുന്നു. മുരാരി പറഞ്ഞ പേരുകളാണ് പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നവരിലേക്ക് വരുന്നത്. അപ്പോൾ പത്മകുമാറും ചില പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പത്മകുമാറിന് ഒരുപാടൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ പത്മകുമാർ പറഞ്ഞതനുസരിച്ച് കടകംപള്ളിയിലേക്ക് വരുമ്പോൾ വീണ്ടും സ്വാഭാവികമായിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് പിണറായിയുടെ പേര് തന്നെയാണ്. അപ്പോൾ ഈ പിണറായി എന്ന് പറയുന്ന നേതാവിന് ഇതിലെല്ലാം പങ്കുണ്ടോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ട്. കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യുമോ? അറസ്റ്റ് ചെയ്താൽ തന്നെ അതായത് പിന്നീട് ശിക്ഷയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പരിധി വരെയുള്ള ആളുകളൊക്കെ വരും, ഇതൊക്കെ വരുമെങ്കിലും ഇവരൊക്കെ പിന്നീട് ഇത് തേഞ്ഞു മാഞ്ഞു പോകും. ഇവരെയൊന്നും പിന്നീട് കണ്ട വാറ് പോലും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇതിലെന്താണ് ഇനി സംഭവിക്കുക? ഇതിലെന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്വാസം പിടിച്ചിരിക്കുകയാണല്ലോ. അടുത്തത് കടകംപള്ളി, അടുത്തത് പിണറായി വിജയൻ. അന്വേഷണം നമ്മളിപ്പം നോക്കുമ്പം കോടതി പറഞ്ഞിരിക്കുന്നവരെയൊക്കെ അന്വേഷണത്തിന് പരിധി കൊണ്ടുവന്നിട്ട് അവരൊക്കെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. രണ്ടുപേരുടെ ഇനി അകത്ത് പോകാൻ കോടതി പറഞ്ഞ ലിസ്റ്റ് കൊടുത്തതിനകത്ത് ഒന്ന് തന്ത്രി മേൽശാന്തി, അവർക്ക് എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് അന്വേഷിക്കുന്നുണ്ടാവും, അന്വേഷിക്കാതിരിക്കത്തില്ല. കാരണം കോടതി അത് ബോധ്യപ്പെടുത്തിയേ മതിയാവത്തുള്ളൂ. കാരണം അവരെന്തുകൊണ്ട് ഒപ്പിട്ടു? അവർക്ക് ഒപ്പിടാതിരിക്കാമായിരുന്നല്ലോ, അവർക്കറിയാമായിരുന്നല്ലോ ഇത് സ്വർണ്ണമായിരുന്നു. പിന്നെന്തിന് ചെമ്പാണെന്ന് ഉള്ളതിനകത്ത് ഒപ്പിട്ടു? അതോ അവരെ സമ്മർദ്ദം ചെലുത്തി ഒപ്പിടിയിച്ചതാണോ? അങ്ങനെ സമ്മർദ്ദം ചെലുത്തിയാൽ നിന്നു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ അവർക്കുണ്ടോ? ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്നതിനകത്ത് എന്തെങ്കിലും കാര്യം കാണത്തില്ലേ? അത് തന്ത്രിക്ക് അത്തരത്തിൽ ഇപ്പം മന്ത്രിയുടെയും മുഖ്യമന്ത്രിയും വിചാരിച്ചാൽ പോലും തന്ത്രി ആ സ്ഥാനത്തുനിന്ന് മാറ്റാൻ പറ്റത്തില്ല. മേൽശാന്തിയെയും ഒരു കൊല്ലത്തേക്ക് മാറ്റാൻ പറ്റത്തില്ല. പിന്നെന്തിനാ ഭയക്കുന്നത്? പിന്നെന്തിനാ അനധികൃതമായിട്ടുള്ളൊരു കാര്യത്തിനകത്ത് ഒപ്പിടേണ്ട കാര്യം? തന്ത്രി മേൽശാന്തി അതിന് ശേഷം മേൽശാന്തിയുടെ പണിക്ക് പോകും. അതായത് വേണമെങ്കിൽ കാശിക്ക് പോകാം, അല്ലെങ്കിൽ രാമേശ്വരത്ത് പോകാം, അല്ലെങ്കിൽ തന്ത്രി പിന്നെ അവർക്ക് ഇത് നമ്മുടെ സിസ്റ്റം അനുസരിച്ച് തന്ത്രി മാറ്റാൻ പറ്റും. പിന്നെ ഇത് രണ്ടുപേരും ഇതിനകത്ത് ഒപ്പിട്ടതിനകത്ത് അപ്പം അതവിടെ നിൽക്കട്ടെ. അവരുടെ അതിനകത്ത് അതും ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണല്ലോ. നമ്മൾ ഈ അയ്യപ്പൻ്റെ അച്ഛനും പണി കൊടുത്തോ അയ്യപ്പൻ്റെ സേവകനും പണി കൊടുത്തോ അയ്യപ്പന്, അതൊക്കെ വരും വന്നപ്പോൾ. അപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CPM-ലേക്ക് സാധനം പോയി അല്ലെങ്കിൽ വന്നു എന്ന് വേണം പറയാൻ. ഇപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പ് പിണറായി വിജയൻ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ, മുൻകാലം MLA ആയിട്ടിരുന്നുള്ള SFIയുടെ നേതാവ്, DYFIയുടെ പ്രമുഖ നേതാവ്. കാരണം ജില്ലയിലെയും സംസ്ഥാനത്തെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാക്കന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു പപ്പൻ. പപ്പൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ വാസു വന്നപ്പോൾ വന്നില്ല എന്നേ പറയുന്നത്. കാരണം വാസു പാർട്ടി പോസ്റ്റുകൾ അതിനു വേണ്ടി വഹിച്ചിട്ടുള്ള ആളല്ല, പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ഇദ്ദേഹം വന്നപ്പോൾ പാർട്ടിയിലേക്ക് ഇനി അടുത്തത് വിരൽ ചൂണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ മൂരിയെ പിടിച്ചപ്പോൾ മൂരി പറഞ്ഞു ഞാൻ ഒപ്പിട്ടത് കൊണ്ട് എഴുതിയത് കൊണ്ട് കാണിച്ചു, അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പപ്പനായിരുന്നു, അന്ന് ദേവസ്വം ബോർഡ് കമ്മീഷണർ വാസു ആയിരുന്നു, ഇവരെ രണ്ടുപേരെയും കാണിച്ചു ബോധ്യപ്പെടുത്തിയിട്ടാന്നേ എന്ന് പറഞ്ഞാൽ അന്ന് കയറുന്നതിന് മുമ്പ് ഒരു പറച്ചിൽ പറഞ്ഞു. അപ്പോഴേ നമ്മൾ പറഞ്ഞു 2 പേർക്കിട്ട് പണിയായിട്ടുണ്ട്, അത് എന്നെ അങ്ങ് രക്ഷപ്പെടുത്തിക്കോണം, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പേരുടെ പേര് പറയുന്നു. അപ്പോൾ സൂക്ഷ്മം പോലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. 2 പേരും ഇപ്പോൾ അകത്താ. അപ്പോൾ ഇപ്പോൾ വാസു ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. വാസു പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ആരും പാർട്ടിയെ പറ്റിയും അല്ലെങ്കിൽ പപ്പനിപ്പോൾ പറയുന്നുണ്ട് ഞാനത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ മന്ത്രി തലത്തിൽ നിന്ന് എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു അപേക്ഷ കൊടുത്തതിൻ്റെ ശുപാർശയ്ക്ക് അടിസ്ഥാനത്തിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഒരു ഡയറക്ഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചൂണ്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അത് വെളിയിൽ വെച്ചാൽ നമ്മൾ കേട്ടത്. അന്ന് SIT പിടിക്കുന്നത് അല്ലെങ്കിൽ രഹസ്യമായിട്ടൊന്നുമുള്ള മൊഴി, ആരും തന്ന മൊഴിയല്ല, പപ്പൻ നേരിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നത് നമ്മൾ കേട്ടു. അപ്പം പപ്പനകത്ത് കയറുമ്പോൾ എന്തൊക്കെ പറയും? ഇതിനകത്ത് എല്ലാവരും പറയുന്നത് പോലെ എന്ത് ഈച്ച വിലങ്ങ പറന്നാൽ ആ ഈച്ചയ്ക്ക് പറക്കണോ എന്ന് അല്ലെങ്കിൽ പറക്കണ്ട എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്കുള്ള സംവിധാനമുള്ള പാർട്ടിയാണ് CPM. അത് മന്ത്രിസഭയ്ക്കകത്തായാലും പാർട്ടി സംവിധാനത്തിനകത്തായാലും ഒരു കാര്യം തീരുമാനമെടുത്ത് കൊടുക്കുന്നത് മാത്രം നടപ്പാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം. ഇദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടിരുന്നപ്പോൾ ഈ കൊള്ള നടന്നത് CPM അറിഞ്ഞിട്ടുണ്ടാവും.
അത് CPM അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അറിഞ്ഞ കാര്യം എന്തുകൊണ്ട് അയാളെ സംരക്ഷിച്ചു എന്നുള്ളത് CPMന് അറിഞ്ഞ കാര്യം വെളി വന്നാൽ പാർട്ടിക്ക് മൊത്തത്തിൽ കുഴപ്പം വരുന്നത് കൊണ്ടാണോ? അതിനകത്ത് കൊള്ളയ്ക്കകത്ത് കടകംപള്ളിക്കപ്പുറം എന്തും ഒരാൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ആൾക്കാർ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റും. ഇപ്പോൾ പപ്പൻ അവിടെ കൊള്ള നടത്തിയാൽ എന്ത് കാര്യം നടത്തിയാലും അതിനകത്ത് സംവിധാനമുണ്ട്. ഇത് മാത്രമല്ല, കൊള്ള ഏത് കാലത്ത് നടത്തുന്നത്? ഭഗവാന്റെ വാതിൽപ്പടിയാണ് അഴിച്ചുകൊണ്ട് പോയത്, ദ്വാരപാല ശില്പമാണ് അഴിച്ചുകൊണ്ട് പോയത്. 98 സ്വർണം പൂശുക. ഇത് പപ്പനും അറിയാം, വാസുവിനും അറിയാം, തിരുമേനിക്കും അറിയാം, തന്ത്രിക്കും അറിയാം. ഇവിടെ എന്ത് നടത്തണമെങ്കിലും അതിന് നിയമമുള്ളതാണ്, എല്ലാത്തിൻ്റെയും ഉന്നത കമ്മീഷണർമാരുള്ളതാണ്. മാത്രമല്ല കോടതി നിരീക്ഷണത്തിൽ ഒരാളുള്ളത്. ഇതിനെയൊക്കെ മറികടന്ന് 10-40 ദിവസം ഇഷ്ടമുള്ള പോലെ ബാംഗ്ലൂരിൽ കൊണ്ടുവന്ന് ചവിട്ടി തേച്ചിട്ട് തിരിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ആർക്കും ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ പറ്റുമോ? മന്ത്രിക്കപ്പുറം ഇൻവോൾവ്മെൻറ്റ് കാണും. അല്ലെങ്കിൽ ഇതിൻ്റെ അപകടം കുഴപ്പം വന്നാൽ, കാരണം ഇത് വെളിയിൽ വന്നാൽ ഒരു മന്ത്രിസഭ ഉൾപ്പെടെ പോവും. വലിയ വലിപ്പത്തിലേ അത് അറിയാമല്ലോ. നേരത്തെ അവിടെ സ്ത്രീയെ പ്രവേശിപ്പിച്ചതിൻ്റെ പിണറായി വിജയനും CPM അനുഭവിച്ച ബുദ്ധിമുട്ട് സാഷ്ടാംഗം വീണ് നമ്മൾ പറയത്തില്ല, ഇട്ടല്ലേ നിന്നത്. എന്നിട്ടാണല്ലോ വീണ്ടും ഇത് വന്നിരിക്കുക. അപ്പം കുഴപ്പമില്ലാത്ത കേസല്ലല്ലോ, നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കേസല്ലല്ലോ ഇത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു ശകലം പോലും വെളിയിൽ വരത്തില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരിൻ്റെ പുറയിലുണ്ടായിട്ടില്ലേ കൈകാര്യം ചെയ്ത്. അപ്പുറത്ത് കടകംപള്ളിയിലേക്കൊക്കെ വരാം, നമ്മൾ ആരെങ്കിലും സംശയിച്ചാൽ കൂട്ടും, അതിനപ്പുറത്തുള്ള ആൾക്കാരിലേക്കും വരാം. മനസ്സിലായില്ലേ? അപ്പോൾ അറ തുറന്ന് പരിശോധിച്ചത് ഇപ്പോൾ പപ്പൻ്റെതേ ഉള്ളൂ. പപ്പൻ്റെ അറ തുറക്കണമെങ്കിൽ അറയ്ക്കകത്ത് SIT എന്തൊക്കെയോ കിട്ടിയെന്നാണ് പറയുന്നത്. പപ്പൻ്റെ മോൻ 2019 വാതിൽപ്പടിക്ക് ശേഷം അംശവടിയും കൊണ്ടൊരു പോക്ക് പോയിട്ടുണ്ട്. യോഗതുണ്ട്. അത് പുള്ളി ഇളകിപ്പോയായിരുന്നു. ഈ സ്വർണം പുള്ളിക്ക് ബുദ്ധിമുട്ട് വന്നു. അത് പുള്ളിയുടെ മോനെ ഏൽപ്പിച്ചാണ് പെട്ടെന്ന് ഇത് എടുത്തുകൊണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷണം വരുന്നുണ്ട്, വലിയ വിശാലമായിട്ട് പേര് അന്വേഷണം വരുന്നുണ്ട്. അതായത് കടൽ കടന്നോ പാളി, കടൽ കടന്നോ വാതിൽപ്പടി, കടൽ കടന്നോ ദ്വാരപാല ശില്പം, എന്തൊക്കെ അവിടുത്തെ കടൽ കടന്നിട്ടുണ്ട് എന്നതിനെപ്പറ്റി അന്വേഷണം വരുന്നുണ്ട്. കാരണം ഈ കൊള്ളയ്ക്കകത്ത് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ സ്വാധീനം ഉണ്ടാവണമെങ്കിൽ വലിയ കൊള്ള നടക്കണം, ആയിരക്കണക്കിന് കോടിയുടെ കൊള്ള നടക്കണം. അതിന് വാതിൽപ്പടി അതുപോലെ കടൽ കടക്കണം, ദ്വാരപാല ശില്പം അതുപോലെ കടൽ കടക്കണം. അതിനുശേഷം അതേപോലുള്ള സാധനം അവിടെ തിരിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്യണം. ആ രീതിയിലേക്കൊരു അന്വേഷണമാണോ, അല്ലെങ്കിൽ അതിനകത്ത് ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അതൊന്നും വെളിയിൽ വന്നിട്ടില്ല. SIT ഒന്നും വെളിയിൽ വിട്ടിട്ടില്ല. പപ്പൻ്റെ കാര്യം ഒരു കാര്യവും വെളിയിൽ വിട്ടില്ലല്ലോ. ഇപ്പോൾ ഇപ്പോഴും ഊഹിക്കുന്നതല്ലേ ഉള്ളൂ. ഇനിയും ആരുടെ പേരിലാണ് പപ്പൻ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നിൽക്കുന്നത്? കടകംപള്ളിയുടെ പേരിലാണോ? കാരണം പപ്പൻ പറഞ്ഞല്ലോ അടുത്ത അറസ്റ്റ് കടകംപള്ളി പിണറായിയെ ഒറ്റുമോ, അല്ലെങ്കിൽ പിണറായിക്ക് ഇതിനകത്ത് പങ്കുണ്ട്? ഇതൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കോടതി ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ടും ഒരുപക്ഷെ ഈ അന്വേഷണത്തെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് വരെ CPMന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്കുള്ളിടത്തേക്ക് അന്വേഷണം പോകും. പപ്പൻ്റെ നിലവറയിൽ നിന്ന് കിട്ടിയ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ ശേഖരിച്ച രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഈ കണ്ടെത്തലുകൾ, അല്ലെങ്കിൽ പപ്പനെ പോലുള്ള ഒരാളെ നിസ്സാരമായിട്ട് അറസ്റ്റ് ചെയ്യത്തില്ല. കാരണം പപ്പനുണ്ടായിരുന്ന ബന്ധം ഗൂഢാലോചനയുടെ കിങ് പിൻ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരുപക്ഷെ മന്ത്രിയായിട്ട് ഇരുന്ന് എന്നുള്ളതേ ഉള്ളൂ. അത്രയ്ക്ക് പാർട്ടിക്കകത്ത് അതുപോലെ അദ്ദേഹത്തിനുള്ളതുപോലെ പാർട്ടി സ്ഥാനങ്ങൾ വഹിച്ചിരിക്കുന്ന ആൾ തന്നെ. അപ്പം മനസ്സിലായി, പാർട്ടി സ്ഥാനങ്ങൾക്കാണ് CPMനകത്ത് വലിയ വലിപ്പം. അതുപോലെ ബന്ധമുള്ള ആളാണ് അദ്ദേഹം മന്ത്രിയായി MLA എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് പപ്പന് കടകംപള്ളിയുടെ പേര് പറയുന്നതിന് പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ പെട്ടെങ്കിൽ കടകംപള്ളി ഇൻവോൾവ് ആയിട്ടുണ്ട്, കടകംപള്ളിയും കൂടെ പോകട്ടെ. കടകംപള്ളിക്ക് അതിനപ്പുറമുള്ള ആൾക്കാരുടെ പറയേണ്ടി വരുമല്ലോ. അതിനപ്പുറമുള്ള ആളെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ശ്വാസം പിടിച്ചിരിക്കുന്നത് പോലെ എല്ലാം അറിയുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ആരാളെന്ന് പറയാതെ പറയാം. അപ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ കടകംപള്ളി ഒക്കെ പപ്പൻ ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് അറിയാതെ, കടകംപള്ളിയെ വെച്ച് നോക്കുമ്പോൾ കടകംപള്ളി അറിയാതെ ഒന്നും നടക്കത്തില്ല. അല്പം ഈ കാര്യങ്ങൾക്കൊക്കെ ചാരിന്ന് കൊടുക്കുന്ന ആളാണെന്നാണ് പൊതുവെയുള്ളൊരു അഭിപ്രായം. ഏതായാലും കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകുന്നു എന്ന് വേണം കരുതാൻ. അതിനുശേഷം കേന്ദ്ര ബിന്ദുവിലേക്ക് അത് പോകുമോ എന്നാണ് ഇപ്പം എല്ലാവരും ഉറ്റുനോക്കുന്നത്.